ഹായ് ഫ്രണ്ട്സ്, യോ ക്രോഷയുടെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഹാർട്ട് കീ ചെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനൊരു കീ ചെയിൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷൻ ചെയിൻ വെച്ചാണ്. 8 ചെയിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെയിനാണ്. നമ്മളൊരു ചെറിയ സ്ക്വയർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ ചെയിൻ തൊട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് 7 സിംഗിൾ ക്രോഷ്യയാണ് നമുക്ക് വേണ്ടത്. ഏഴ് സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ഒരു 6 റൗണ്ട്സും കൂടി ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് റിപ്പീറ്റ് ചെയ്ത് ഒരു ചെറിയ സ്ക്വയർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ റോയിലും 7 സിംഗിൾ ക്രോഷ്യ വെച്ചുണ്ടാവും. അപ്പോൾ മൊത്തം 7 റോസ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ട്. 7 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട്, 7 റൗണ്ട്സ്. ഇനി ഇതിനെ ഒരു ഹാർട്ട് ഷേപ്പാക്കി മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒന്ന് വർക്കിനെ ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ഈ സൈഡിൽ ഏകദേശം സെൻറ്ററിൽ വരാൻ പാകത്തിന് ഞാൻ 7 ഡബിൾ ക്രോഷ്യയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. 7 എണ്ണവും ആ ഒരു സെയിം സ്പോട്ടിൽ. ഒരു ചെറിയ ഫാൻ ഷേപ്പിൽ ആയി കിട്ടുന്നതാണ്. 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്ത് തീർത്തു. ഇനി ഈ സൈഡിലെ അവസാനത്തെയും ഈ സൈഡിലെ ആദ്യത്തെയുമായ സ്റ്റിച്ച്, അതായത് ആ കോർണർ സ്റ്റിച്ചിലൊരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലും സെയിം ഇതുപോലെ തന്നെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്. അത് ഏകദേശം സെൻറ്റർ സ്പേസ് സ്റ്റിച്ച് ചെയ്താൽ നോക്കിയിട്ട് അതിൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്. നമ്മളിവിടെ 7 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തു. അവസാനത്തെ സ്റ്റിച്ചിലൊരു സിംഗിൾ ക്രോഷ്യ. നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. അടുത്ത റൗണ്ടിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3 ചെയ്തിട്ട് ഈ സൈഡിൽ 6 ഡബിൾ ക്രോഷ്യയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓരോ സ്പേസ് ഏകദേശം ചെക്ക് ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ വരാൻ പാകത്തിന് 6 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാരണം ഈ സൈഡിൽ നമുക്ക് സ്റ്റിച്ചുകൾ ഇല്ലാത്ത കാരണം, ചെയിനുകൾ കാണാൻ പാകത്തിന് ഇല്ലാത്ത കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ വരാൻ പാകത്തിന് 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മളിവിടെ 6 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിൻ 3 കൂടി കൂട്ടി കഴിയുമ്പോൾ 7 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി കോർണർ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 3 എണ്ണം ഒരേ സ്പേസിൽ. കോർണർ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ഒരേ സ്പേസിൽ. ഇനി വീണ്ടും നമ്മൾ 7 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പം നമ്മളിവിടെ 7 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ കാണുന്ന ഈ ഫാനിനാണ് നമുക്ക് ഇനി വർക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യത്തെ 6 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഇൻക്രീസ് ചെയ്ത് 12 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 6 ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ 2 എണ്ണം വെച്ച് 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ഒരു സിംഗിൾ ക്രോഷ്യയാണ്. പിന്നെ അടുത്ത ഡബിൾ ക്രോഷ്യ സെറ്റിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്ത 6 ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വെച്ച് 12 ഡബിൾ ക്രോഷ്യ. അടുത്ത ചെയിൻ 3യുടെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കട്ട് ചെയ്യാം. നമ്മുടെ കുഞ്ഞ് ക്രോഷ്യ വെച്ചുള്ളൊരു ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കീ ചെയിൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുഷൻ പോലെ ഒരു ചെറിയ ഹാർട്ട് കുഷൻ ആക്കാനാണെങ്കിൽ ഇതുപോലെ സെയിം ഒരു പീസും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിനെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചോ അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ്യോ വെച്ച് 2 എണ്ണത്തിനെയും ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് രണ്ടിൻ്റെയും ബാക്ക് ലൂപ്സിൽ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്കൊരു ചെറിയ ബോർഡർ മതിയെങ്കിൽ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷ്യ ചെയ്താലും മതി. അതല്ലെങ്കിൽ 1.5 സ്ലിപ്പ് സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യയും ചെയ്താൽ ഒരു ചെറിയ ഷേപ്പുള്ള ഡിസൈനും കിട്ടുകയും ചെയ്യും. ഏതാ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. സിംഗിൾ ക്രോഷ്യോ സ്ലിപ്പ് സ്റ്റിച്ചോ വെച്ച് ഇങ്ങനെ രണ്ടിനെയും ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. കുറച്ചങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒന്നിലെ കോട്ടനോ അല്ലെങ്കിൽ ഫൈബർ ഫില്ല് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ മൊത്തം ചുറ്റും ജോയിൻ ചെയ്ത് പോവാവുന്നതാണ്. അത് നമുക്ക് ഇതൊരു ചെറിയ ഡോളിൻ്റെ കുഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഞാനൊരു ജസ്റ്റ് ഒരു മുത്താണ് ആഡ് ചെയ്തത്. ചെയിൻ ചെയ്ത് ഒരു മുത്ത് ഇവിടെ ആഡ് ചെയ്ത് വെച്ചു. അപ്പം ഞാനിതിപ്പോൾ ഒരു കീ ചെയിൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലും ഇടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.